ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാൻ എന്ന ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഇന്നേ ദിവസത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എമ്പുരാൻ സിനിമയിലെ ഹിന്ദി ഡയലോഗ്സ് ഉണ്ട്. മസൂദിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതെല്ലാം തന്നെ ഹിന്ദി ഡയലോഗ്സ് ആണ് എന്താ കൂടുതൽ പ്രേക്ഷകർക്ക് അറിവുള്ളതായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ സിനിമയ്ക്ക് മലയാളം സബ് ടൈറ്റിൽ കൂടി ഉണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വർക്കും ഒപ്പം തന്നെ മലയാളം സബ് ടൈറ്റിൽ വർക്കും പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റാണ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എമ്പുരാന്റെ മലയാളം സബ് ടൈറ്റിൽ സിനിമയുടെ ഹിന്ദി ഡയലോഗ്സിനോടൊപ്പം നമുക്ക് തിയേറ്ററുകളിൽ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് ഇതുവരെയും പുതിയ അപ്ഡേറ്റുകൾ ഒഫീഷ്യലായിട്ട് എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാത്തതിൽ ചെറിയൊരു നിരാശ സിനിമാ പ്രേമികൾക്കിടയിലും ലാലേട്ടന്റെ ആരാധകർക്കിടയിലുണ്ട് എന്ന് വ്യക്തമാണ്. എമ്പുരാന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനു മുന്നേ പൃഥ്വിരാജിന്റെ അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാനായിട്ടൊരുങ്ങുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ രാജമൗലിയുടെ അടുത്ത ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമ മഹേഷ് ബാബു നായകനായി എത്തുന്ന സിനിമയിലാണല്ലോ പൃഥ്വിരാജ് ഇനി അഭിനയിക്കാനായിട്ടൊരുങ്ങുന്നത്. അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ പൃഥ്വിരാജിന്റെ സിനിമയിലെ ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിക്കുമെന്നും നോർത്തിൽ ഷൂട്ടുള്ള സിനിമയിൽ പൃഥ്വിരാജിന് ഒരാഴ്ചയിൽ താഴെ മാത്രം ഷൂട്ട് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അതിനുശേഷം മറ്റ് ഷെഡ്യൂളുകൾ എമ്പുരാന്റെ റിലീസിന് ശേഷമായിരിക്കും. അപ്പോൾ രാജമൗലി സിനിമയിൽ ജോയിൻ ചെയ്തതിന് ശേഷമേ എമ്പുരാന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകളിലേക്ക് പൃഥ്വിരാജ് കടക്കുകയുള്ളൂ. ഈ വീക്കെൻഡോടെ അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ആയിരിക്കും എമ്പുരാന്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകൾ കൂടുതൽ ശക്തമായിട്ട് ആരംഭിക്കുക. നമുക്കറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് ഓഫ്ലൈൻ പ്രൊമോഷനുകളുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ 1.5 മാസങ്ങൾക്കിടയിൽ ലാലേട്ടനും പൃഥ്വിരാജും ചേർന്ന അന്യഭാഷാ മീഡിയാസിന് നൽകിയ അഭിമുഖങ്ങൾ എവിടെ എന്നൊരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ എമ്പുരാൻ അപ്ഡേറ്റുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത ലാലേട്ടൻ്റെ സിനിമ അത് തുടരും എന്ന സിനിമയാണല്ലോ. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ മെയ് മാസം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. എന്നാൽ മെയ് 15-ന് പകരം മെയ് ആദ്യ ആഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റാണ് ഏറ്റവും അവസാനമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. മെയ് 2 നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സിനിമയുടെ അൺഒഫീഷ്യൽ റിലീസ് തീയതി. അപ്പോൾ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം 35-ാം ദിവസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നർത്ഥം. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.